Welcome to Bible in Showbiz View. Let's see the theological aspects of the resurrection of Jesus Christ as depicted in Matthew chapter 28, 1 through 10. Let's see the pictorial representation of the chapter. മത്തായി 28:1 ശബത്ത് കഴിഞ്ഞ് ആഴ്ചവട്ടത്തിന്റെ ഒന്നാം ദിവസം വെളുക്കുമ്പോൾ മഗ്ദലക്കാരത്തി മറിയയും മറ്റേ മറിയയും കല്ലറ കാണുവാൻ ചെന്നു. മത്തായി 28:2-3 പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി. കർത്താവിന്റെ ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് കല്ലുരുട്ടി നീക്കി അതിന്മേൽ ഇരുന്നിരുന്നു. അവന്റെ രൂപം മിന്നലിനൊത്തതും അവന്റെ ഉടുപ്പ് ഹിമം പോലെ വെളുത്തതുമായിരുന്നു. മത്തായി 28:5-6 ആദ്യഭാഗം. ദൂതൻ സ്ത്രീകളോട്, ഭയപ്പെടേണ്ട, ക്രൂശിക്കപ്പെട്ട യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു. അവൻ ഇവിടെ ഇല്ല. താൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു. അവൻ കിടന്ന സ്ഥലം വന്ന് കാൺമീൻ. മത്തായി 28:6 രണ്ടാം ഭാഗം. അവൻ കിടന്ന സ്ഥലം വന്ന് കാൺമീൻ. മത്തായി 28:7 അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് വേഗം ചെന്ന് അവന്റെ ശിഷ്യന്മാരോട് പറവീൻ. അവൻ നിങ്ങൾക്ക് മുമ്പ് ഗലീലയ്ക്ക് പോകുന്നു. അവിടെ നിങ്ങൾ അവനെ കാണും. ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. മത്തായി 28:8 അങ്ങനെ അവർ വേഗത്തിൽ ഭയത്തോടും മഹാസന്തോഷത്തോടും കൂടി കല്ലറ വിട്ട് അവന്റെ ശിഷ്യന്മാരോട് അറിയിപ്പാൻ ഓടിപ്പോയി. മത്തായി 28:9-10 എന്നാൽ യേശു അവരെ എതിരേറ്റ് നിങ്ങൾക്ക് വന്ദനം എന്ന് പറഞ്ഞു. അവർ അടുത്ത് ചെന്ന് അവന്റെ കാൽ പിടിച്ച് അവനെ നമസ്കരിച്ചു. ക്രിസ്തീയ ദൈവശാസ്ത്രത്തിന്റെ കേന്ദ്രമായി പുനരുത്ഥാനം. മരണത്തിനും പാപത്തിനും മേലുള്ള യേശുവിന്റെ വിജയത്തെ പ്രതീകപ്പെടുത്തുന്ന പുനരുത്ഥാനം ക്രിസ്തീയ വിശ്വാസത്തിന്റെ മൂലക്കല്ലാണ്. പ്രാഥമിക സാക്ഷികളായി സ്ത്രീകൾ. ആ കാലഘട്ടത്തിലെ സാംസ്കാരിക മാനദണ്ഡങ്ങളിൽ നിന്ന് സമൂലമായ വ്യതിചലനമായിരുന്ന പുനരുത്ഥാനത്തിന് ആദ്യം സാക്ഷ്യം വഹിച്ചത് ഒരു സ്ത്രീയാണ്. ദൈവിക ഇടപെടൽ. ഭൂകമ്പവും ദൂതന്റെ പ്രവൃത്തികളും ദൈവിക ഇടപെടലിനെ സൂചിപ്പിക്കുന്നു. പുനരുത്ഥാനത്തിന്റെ അത്ഭുത സ്വഭാവത്തിന് ഊന്നൽ നൽകുന്നു. സമ്മറി, സംഗ്രഹം. യേശുവിന്റെ പുനരുത്ഥാനത്തെക്കുറിച്ചുള്ള പ്രവചനത്തിന്റെ പൂർത്തീകരണം വിവരിക്കുകയും മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിത്തറയായി വർത്തിക്കുകയും ചെയ്യുന്നതിനാൽ ഈ ഭാഗം നിർണായകമാണ്. അക്കാലത്തെ സാംസ്കാരിക മാനദണ്ഡങ്ങളിൽ നിന്ന് സമൂലമായ വ്യതിചലനമായിരുന്ന പുനരുത്ഥാനത്തിന്റെ ആദ്യ സാക്ഷികളും സന്ദേശവാഹകരും എന്ന നിലയിൽ സ്ത്രീകളുടെ പങ്കിനും ഇത് ഊന്നൽ നൽകുന്നു.